ശരവണഭവായ നമഃ. നമസ്തേ സജ്ജനങ്ങളെ, ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം പൂജപ്പുര മൈതാനത്തിൽ 2026 ജനുവരി 16, 17, 18 എന്നീ തീയതികളിൽ അന്താരാഷ്ട്ര മുരുക ഭക്ത മഹാസംഗമം നടക്കുകയുണ്ടായി. ഹിന്ദു ധർമ്മ പരിഷത്ത്, മഹാലിംഗ ഘോഷയാത്ര സമിതി എന്നിവ ചേർന്ന് സംഘടിപ്പിച്ച മുരുകഭക്ത മഹാസംഗമത്തിൻ്റെ വേലും ശിവലിംഗവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയുടെ പ്രസക്ത ഭാഗങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ഈ വീഡിയോ ഭക്തിപുരസ്സരം ഭക്തജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. തിരുവനന്തപുരം പൂജപ്പുര ദേവി നഗറിലുള്ള ശ്രീ ഭഗവതി അമ്മൻ ക്ഷേത്രനടയിൽ നിന്നും 1-ാം ദിവസമായ 16-ാം തീയതി രാവിലെ ആരംഭിച്ച ഘോഷയാത്ര മുരുകഭക്ത മഹാസംഗമത്തിൻ്റെ ചെയർമാൻ ശ്രീ ഗോപാൽജി അവർകൾ നയിക്കുകയും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതി അംഗം ശ്രീ കരമന ജയൻ അവർകൾ ഉദ്ഘാടനം ചെയ്യുകയും ഉണ്ടായി. കൂടാതെ മറ്റ് പ്രമുഖ വ്യക്തികളും പങ്കെടുക്കുകയുണ്ടായി. ശ്രീ ഭഗവതി അമ്മൻ ക്ഷേത്ര നടയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര പൂജപ്പുര മൈതാനത്തിൽ വന്നെത്തിച്ചേരുകയും അവിടെ പ്രത്യേകം തയ്യാറാക്കിയിരുന്ന സ്റ്റേജിൽ ശ്രീ വേലായുധ പെരുമാളിൻ്റെ വേലും ശിവലിംഗവും 2 വശങ്ങളിലായി അഭിഷേകം ചെയ്ത് വയ്ക്കുകയും ചെയ്യുകയുണ്ടായി. തുടർന്ന് മഹാസംഗമ വേദിയിലെ ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും ആഴത്തിലേക്ക് വെളിച്ചം വീശുന്ന ആത്മീയ പ്രഭാഷണങ്ങൾ, മുരുക കൃപയ്ക്കായി സമർപ്പിക്കുന്ന വിശേഷാൽ പൂജകളും ഹോമങ്ങളും അടക്കമുള്ള ബൃഹത് ഈശ്വരീയ കർമ്മങ്ങൾ, മുരുക ഭഗവാന്റെ മഹത്വത്തെയും കാരുണ്യത്തെയും പ്രതിപാദിപ്പിക്കുന്ന ആത്മീയ ചർച്ചകൾ ഉൾപ്പെടുന്ന സത്സംഗം, വിശ്വപ്രസിദ്ധമായ ഭക്തി ഭജനകളും കീർത്തനങ്ങളും ഉൾപ്പെടെ സനാതന മൂല്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന വിവിധങ്ങളായ കലാരൂപങ്ങളും സാംസ്കാരിക അവതരണങ്ങളും നടക്കുകയുണ്ടായി. ഈ മഹാസംഗമത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുത്ത് ശ്രീ സുബ്രഹ്മണ്യൻ സ്വാമിയുടെയും ശ്രീ മഹാദേവൻ്റെയും കൃപാകടാക്ഷങ്ങൾക്ക് പാത്രീഭൂതരാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അനന്തപുരിയിലെ ക്ഷേത്രവിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഹരിപ്രിയ പ്രൊഡക്ഷൻസ് മറ്റൊരു ക്ഷേത്രവിശേഷവുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. കൂടാതെ കമൻറ്റ് ബോക്സിൽ വേൽമുരുക ഹരോഹര എന്നും ശംഭോ മഹാദേവ എന്നും എഴുതി അറിയിക്കുക. ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. തുടക്കം കുറിച്ചുകൊണ്ടുള്ള വേലയാത്രയാണ് ഇവിടുന്ന് ആരംഭം കുറിക്കുന്നത്. എണ്ണമാർക്കയുടെ ക്യാപ്റ്റൻ ശ്രീ രഞ്ജിത് കുമാർജി നയിക്കുന്ന വേലയാത്ര, അതോടൊപ്പം തന്നെ കൈമനത്തെ പ്രവർത്തിക്കുന്ന ശിവലിംഗ മഹാഘോഷയാത്രയിൽ ആ ശിവലിംഗവുമായി കൊണ്ടാണ്, വേലും ശിവലിംഗവുമായി കൊണ്ടാണ് ഈ യാത്ര ഇവിടുന്ന് ആരംഭം കുറിക്കുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി അംഗം BJPയുടെ ജില്ലാധ്യക്ഷൻ ശ്രീ കരമന ജയൻ അവർകളാണ്. ഇതോടൊപ്പം ഈ വാർഡിൻ്റെ കൗൺസിലർ, പ്രമുഖരായുള്ള ഈ പരിപാടിയുടെ സംഘാടകർ, ഇവരെല്ലാവരും ഈ പരിപാടിയിലുണ്ട്. എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. ഉദ്ഘാടകരായി ശ്രീ കരമന ജയൻ ക്ഷണിക്കുന്നു. ഹരഹരോഹര ഹരഹരോഹര ഹരഹരോഹര. ബഹുമാനായ എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ ശ്രീ ഗോപാൽജി, ബഹുമാനപ്പെട്ട പൂജപ്പുര വാർഡിന്റെ കൗൺസിലർ ശ്രീമതി രാജലക്ഷ്മി, മുൻ കൗൺസിലറും പൂജപ്പുരയുടെ പൗര പ്രമുഖരുമായിട്ടുള്ള ശ്രീ മഹേശ്വരൻ നായർ, BJPയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ RS രാജീവ്, ശ്രീ മോഹൻ, ശ്രീ RS ശ്രീകുമാർ, ശ്രീ ശശികുമാർ, ശ്രീ സന്തോഷ് കുമാർ. ആദ്യമായിട്ടാണ് ഒരു മുരുക ഭക്ത സംഗമം ഇവിടെ നടക്കുന്നത്. അത് പൂജപ്പുരയിൽ തന്നെ സരസ്വതി മണ്ഡപത്തിൽ എല്ലാ വിജയദശമിക്കും ഭഗവാനെ കൊണ്ടിരുത്തുന്ന ഈ മണ്ഡപത്തിൽ തന്നെ നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് തിരഞ്ഞെടുത്തതിൽ, ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുത്തതിൽ ഗോപാൽജിക്കും ഇതിന്റെ സംഘാടകരോടും പ്രത്യേകം പൂജപ്പുരക്കാർക്ക് വേണ്ടി നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പ്രതാപം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് അനന്തപുരി തയ്യാറെടുത്തിരിക്കുന്നത്. 40 വർഷക്കാലത്ത് മുമ്പെടുത്ത
ഈ അനന്തപുരിയുടെ സാംസ്കാരിക നായകന്മാരെടുത്ത തീരുമാനം ശ്രീ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹത്താൽ ഇപ്പോൾ സമരമായിരിക്കുകയാണ്. ഇനി അനന്തപുരി എന്ന് പറയുന്നത് കഴിഞ്ഞകാല എല്ലാ പാരമ്പര്യങ്ങളും ആചാരാനുഷ്ഠാനങ്ങളെയും നിലനിർത്തിക്കൊണ്ട് വരും തലമുറയ്ക്ക് പ്രചോദനം നൽകുന്ന തരത്തിലേക്ക് അനന്തപുരി മുന്നോട്ട് പോകും. ശ്രീ പത്മനാഭസ്വാമിയുടെ മണ്ണ് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്. അതിന്റെ ആദ്യത്തെ പടിയാണ് ശ്രീ ഗോപാൽജിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന ഈ മുരുക ഭക്ത സംഗമം. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണസമിതി അംഗം എന്ന നിലയിൽ എന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ചോദിച്ചു, ഞാൻ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങൾ ഒരു ആത്മീയ ആൾക്കാർ ഉദ്ഘാടനം ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഗോപാൽജി ശശിയൊക്കെ എനിക്ക് പറഞ്ഞത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണസമിതി അംഗം എന്ന നിലയിൽ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഈ അവസരം കിട്ടിയത്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. പൊതുജീവിതത്തിൽ ഒരു മുരുക ഭക്ത സംഗമം ഇവിടെ നടക്കുമ്പോൾ അതിന്റെ ഒരു വേദയാത്ര ആദ്യമായി ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. അതോടൊപ്പം എൽഎംആർകെ ക്യാപ്റ്റൻ രജിത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ യാത്ര നടക്കുന്നത്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഭഗവാൻ മുരുകന്റെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇനിയും വരുംകാലങ്ങളിൽ ഇതുപോലുള്ള വലിയ വലിയ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഭക്തജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മുരുക ഭക്ത സംഗമം നടത്താൻ ഈ ആദ്യ സംഗമത്തിന് പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം.
പ്രഖ്യാപിക്കുന്നതാണ്.